ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ്റെ പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകും. സ്ഥാനാർത്ഥികളുടെ പേരുവിവരം മുൻകൂട്ടി പ്രഖ്യാപിക്കും. ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളുടെ ചുമരെടുത്തും പ്രചരണ പരിപാടികൾ ആരംഭിക്കും. ഔപചാരികമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് മുന്നണി തലത്തിലുള്ള തീരുമാനം. കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സലാമത്താക്കി. കേരള കോൺഗ്രസ്സുകാരെ അടഞ്ഞു നിൽക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിന് കിട്ടിയ സീറ്റുകൾ പോരാ, പല സീറ്റിലും മത്സരിക്കാൻ ആളില്ല. ഇനി മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ പലരും ജയിക്കുകയുമില്ല. എന്നാലും കിട്ടുന്ന സീറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്താൻ ഔസേപ്പച്ചൻ തയ്യാറില്ല. പിന്നെ ചീള് പാർട്ടികളാണ് RSP, പിന്നെ നമ്മുടെ CP ജോണിൻ്റെ CMP, ഇങ്ങനെയൊക്കെയുള്ള ചെറുകിട പാർട്ടികളുണ്ട്. അവർക്കൊക്കെ പൊട്ടോ പൊടിയൊക്കെ കൊടുക്കും. വടകര സീറ്റിൽ KK രമയെ വീണ്ടും മത്സരിപ്പിക്കും. പാലായിൽ മാണി C കാപ്പന് ടിക്കറ്റ് കൊടുക്കും. അങ്ങനെ ടിക്കറ്റ് കൊടുത്തും കൊടുക്കാതെയൊക്കെ പല ആൾക്കാരെ പല രീതിയിൽ സന്തോഷിപ്പിക്കും. പിന്നെ പല പാർട്ടികളിൽ നിന്നും ഇടിച്ചു കയറി വന്ന ആളുകളുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യരുണ്ട്, BJPയിൽ നിന്നും വന്ന. പിന്നെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുണ്ട്. ഏറ്റവും ഒടുവിൽ ഒറ്റപ്പാലത്ത് നമുക്ക് എവർക്കും പ്രിയങ്കരനായ PK ശശിയുണ്ട്. ഇങ്ങനെ ഒരുപാട് വില്ലാളി വീരന്മാർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ്സുകാർക്ക് എത്ര പേർക്ക് മത്സരിക്കാൻ പറ്റും എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അതെന്തുമാട്ടെ, അതൊക്കെ കോൺഗ്രസ്സുകാരുടെ തലവേദനയാണ്. അതിനിടയ്ക്ക് ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാരും അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരും വലിയ വലിയ ഡിമാൻഡുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ട ഒരു സംഭവം, തൃശ്ശൂർ അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ ജാഗ്രതാ കമ്മിറ്റി യോഗം ചേർന്ന് വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ, എന്ന് വെച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട മണ്ഡലങ്ങളിൽ, ഇരിങ്ങാലക്കുട രൂപതയിൽപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവിടുത്തെ കാര്യമാണ്. അത് ഇരിങ്ങാലക്കുട ബിഷപ്പും അവിടുത്തെ ജാഗ്രതാ സമിതിയും അവിടുത്തെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയൊക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ തൃശ്ശൂർ അതിരൂപതയുടെ അതിർത്തിക്കുള്ളിൽപ്പെട്ട പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സുറിയാനി കത്തോലിക്കർക്ക് മുൻഗണന കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും. അതിൽ ആ ഒരു സംശയവും വേണ്ട. അത് മുൻഗണന കൊടുക്കണം. സീറ്റുകളും അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സീറ്റും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. തൃശ്ശൂർ, അതുപോലെ തന്നെ മണലൂർ, പിന്നെ ഒല്ലൂർ, ഈ 3 സീറ്റ്, 3 സീറ്റ് സഭയ്ക്ക് കിട്ടിയാൽ മതി. ഇനി കത്തോലിക്കനായ പോരാ, സഭ അംഗീകരിച്ച കത്തോലിക്കനായിരിക്കണം. നല്ല ഒന്നാം തരം സുറിയാനി കത്തോലിക്കനായിരിക്കണം. തോമാസ് ലീഹ വന്ന കാലത്ത് മോരും വെള്ളം കൊടുത്ത കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മുൻഗണന കൊടുക്കണം. അല്ലാതെ അണ്ടനാടകൊടൊന്നും കൊടുക്കാൻ പാടില്ല. ഈ സമീപകാലത്ത് ആനുകൂല്യം കിട്ടാൻ വേണ്ടി മതം മാറിയ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ സഭയിലേക്ക് കെട്ടിച്ചു വന്ന പെണ്ണുങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റുകയില്ല. നല്ല ഒന്നാം തരം സുറിയാനിക്കാരനായിട്ട് തൃശ്ശൂർ അതിരൂപതയിൽ ജനിച്ച് വളർന്ന് അച്ഛന്മാർക്കും മെത്രാനുമൊക്കെ പ്രിയങ്കരരായി മാറിയ ആളുകളെ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഡിമാൻഡ്. ആർക്ക് എന്ത് ഡിമാൻഡും വയ്ക്കാമല്ലോ. ഇപ്പോൾ തൃശ്ശൂർ സീറ്റിൽ സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടില്ല. മണലൂർ TN പ്രതാപനായിരിക്കും എന്ന് കേൾക്കുന്നു. പ്രതാപൻ ഏതാണ്ട് ഉറപ്പിച്ചു, ചുമരെഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒല്ലൂർ സീറ്റ് സാധാരണയായിട്ട് അതിരൂപതക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. പക്ഷേ സമീപകാലത്തൊന്നും ആരും ജയിച്ചിട്ടില്ല. കാരണം അതിരൂപതയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് അതിരൂപതക്കാർ പോലും വോട്ട് കൊടുക്കില്ല, അന്യസമുദായക്കാർ വോട്ട് കൊടുക്കില്ല. കാരണം ഏറ്റവും വഷളന്മാർക്കാണ്, ഏറ്റവും ലക്ഷണമില്ലാത്തവന്മാർക്കാണ്, അല്ലെങ്കിൽ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവർക്കാണ് മെത്രാൻ തിരുമേനിയുടെ കൈവപ്പ് ലഭിക്കുക. അതിന് വേറെ പല മാനദണ്ഡങ്ങളുമുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഈ ആർച്ച് ബിഷപ്പും മറ്റ് തിരുമേനിമാരും അത്യുന്നത കർദിനാളും ഒക്കെ തൃശ്ശൂർ തന്നെ ഉണ്ട്. അവരൊക്കെ കൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജോലി എളുപ്പമുണ്ട്. ഇതിപ്പോൾ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ല. കേരളത്തിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും കൂടി ചേർന്ന് ഒരു സിനഡ് വിളിച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോരുത്തരുടെയും പാർശ്വവർത്തികളായിട്ടുള്ള സിൽബന്തികളായിട്ടുള്ള പെട്ടിപിടുത്തക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് KPCC ഓഫീസിലേക്ക് കൊടുത്താൽ മതി. എന്നിട്ട് അവർക്ക് സീറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ബാക്കി ആളുകൾക്ക് കൊടുക്കുക. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ടുള്ള വേറെയും കുറേ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവർക്ക്, അല്ലെങ്കിൽ അന്യ സഭക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുക. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം അതിരൂപത അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ കത്തോലിക്ക മെത്രാസനങ്ങൾ കൂടിയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എളുപ്പമുണ്ട് ഇല്ലേ?
വളരെ സൗകര്യമാണ്, എളുപ്പമുണ്ട്. അപ്പോൾ ഈ മാത്രമല്ല, സോണിയാഗാന്ധി തന്നെ മാമോദീസ വെള്ളം വീണ ഒരു കത്തോലിക്ക വനിതയാണ്. പ്രത്യേകിച്ചും കത്തോലിക്കരുടെ താല്പര്യം ബലിയടിക്കാൻ പറ്റിയില്ല. അത് റീത്ത് വരാണെന്നുള്ളൂ. ഇവർ സുറിയാനിക്കാരാണ്, അവർ ലത്തീൻകാരിയാണ്. പിന്നെ അവരുടെ മക്കളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഹിന്ദുക്കളായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലും അവരും ഉള്ളുകൊണ്ട് കത്തോലിക്കരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്നവർക്കല്ല, ചപ്പാത്തി കഴിക്കുന്നവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ സഭയുടെ താല്പര്യങ്ങൾ ഒരിക്കലും ബലികഴിക്കപ്പെടാൻ പാടുള്ളതല്ല. അത് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയതുകൊണ്ടാണ്. സുധാകരേട്ടന് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രായാധിക്യത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, ഓർമ്മക്കുറവുണ്ടായിരുന്നു. എന്നാൽ പോലും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതാരാണ്? വേറെ എത്രയോ നല്ല ആളുകളുണ്ടായിരുന്നു, യോഗ്യന്മാരുണ്ടായിരുന്നു, തൻ്റെ ഇടമുള്ളവരുണ്ടായിരുന്നു, തലയെടുപ്പുള്ളവരുണ്ടായിരുന്നു, താൻ പോരിമയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കത്തോലിക്കൻ വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതും സുറിയാനിക്കാരൻ വേണം എന്നുള്ളത് കമ്പൽസറി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഫണ്ണി ജോസഫ് എന്ന് പറഞ്ഞ ആളെ, കാര്യം തിരുവമ്പാടി രൂപത എന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ താമരശ്ശേരി രൂപത എന്നാണെങ്കിൽ പോലും കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടി KPCC പ്രസിഡൻ്റാക്കി നമ്മളെയൊക്കെ അനുഗ്രഹിച്ചത്. അല്ലെങ്കിൽ ബെന്നി ബേനാനെ ആക്കാമായിരുന്നല്ലോ, അയാൾ യാക്കോബായക്കാരനായിപ്പോയി. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരായിരുന്നു. അപ്പോൾ സഭയാണ് പ്രധാനം. സഭയും കർദിനാളിൻ്റെയും മെത്രാന്മാരുടെയൊക്കെ പിന്തുണയില്ലാതെ ഒരാൾക്കും കോൺഗ്രസ്സിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിരൂപതയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ അത്യുന്നത കർദിനാൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് സ്ഥാനാർത്ഥികളെ നടത്തുകയാണെങ്കിൽ അവർക്ക് ജോലി എളുപ്പമുണ്ട്, നമുക്കും ജോലി എളുപ്പമുണ്ട്, പാർട്ടിക്കും ആധാരിക്കും എളുപ്പം. പക്ഷേ ജനങ്ങളോട് വോട്ട് ചെയ്യാൻ നിർബന്ധിക്കരുത് എന്ന് മാത്രം. ആ ഒറ്റ പ്രശ്നമേ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളൂ. ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നൊക്കെ പാർട്ടി കർദിനാൾ തീരുമാനിച്ച്, മെത്രാൻ തീരുമാനിച്ച്, കൈവച്ച് അനുഗ്രഹിച്ച് വിട്ട സ്ഥാനാർത്ഥികൾക്ക് എന്ത് പറ്റി എന്ന് മാത്രം നോക്കിയാൽ സംഗതി വളരെ ക്ലിയറാണ്. അതുമാത്രമല്ല, സ്ഥിരമായിട്ട് കത്തോലിക്കർ ജയിച്ചുകൊണ്ടിരുന്ന മണലൂർ സീറ്റ് എങ്ങനെ അന്യ സമുദായക്കാരുടെ കയ്യിലേക്ക് പോയി എന്നുള്ളത് ഇതോട് ചേർത്ത് വെച്ച് ആലോചിച്ചാൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ നോമ്പ് കാലമാണ്. ഈസ്റ്ററിന് കുറച്ച് ദിവസം കൂടിയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പായിട്ട് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കർത്താവ് ആയ യേശു മിശിഹ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.